അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരും അധികാര ദുർവിനിയോഗം നടത്തുന്ന പോലീസുകാരുമാണ് ഈ നാടിൻ്റെ ശാപം. അതായത് സാധാരണ പൗരന് സേവനം ചെയ്യേണ്ടവരാണ് സാമൂഹ്യ ദ്രോഹികളായി മാറുന്നത്. വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ കൈക്കൂലിക്കാരുടെ പട്ടിക. കോഴിക്കോട് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ബില്ല് പാസ്സാക്കുന്നതിൻ്റെ 10,000 രൂപ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥനെ വിജിലൻസ് കയ്യോടെ പൊക്കി. പൊതുമരാമത്ത് കരാറുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയറാണ് പിടിയിലായത്. കോഴിക്കോട് ഓടമ്പറ സ്വദേശിയും ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറുമായ നവീൻ രവി മുൻപും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം. പൊതുമരാമത്ത് കരാർ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പരാതിക്കാരൻ കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ റോഡ് നിർമ്മാണ കരാറുകൾ നടത്തിവരികയായിരുന്നു. കിഴക്കോത്ത്, താമരശ്ശേരി പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ പൂർത്തിയാക്കിയ 2 പ്രവൃത്തികളുടെ ബില്ലാണ് കേസിനാസ്പദമായത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അളവെടുപ്പ് പൂർത്തിയാക്കി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അംഗീകരിച്ച ബില്ലുകൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഓൺലൈനായും നേരിട്ടും അയച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾക്കായി ഈ ഫയലുകൾ ഓവർസിയർ നവീൻ രവിയുടെ പക്കൽ എത്തിയതോടെ ചുവപ്പുനാടയിൽ കുടുങ്ങുകയായിരുന്നു. രണ്ട് ബില്ലുകളിലും 1.5 മാസത്തിലധികമായി ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ ഒരു സുഹൃത്തുമായി ഓഫീസിലെത്തി നവീൻ രവിയെ നേരിൽ കണ്ട് വിവരം തിരക്കി. ഈ സമയത്താണ് ബില്ലുകൾ പെട്ടെന്ന് ശരിയാക്കി നൽകാൻ നവീൻ രവി 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. എന്നാൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ താൽപ്പര്യമില്ലാത്ത കരാറുകാരൻ ഈ വിവരം കോഴിക്കോട് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. മേഡം കണ്ടോ, വ്യത്യാസം കണ്ടോ? നിറത്തിന്റെ വ്യത്യാസം കണ്ടോ? പിങ്ക് കളറാവുന്ന കാണുന്നില്ലേ? തുടർന്ന് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായ കെണിയൊരുക്കി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പരാതിക്കാരനിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം നവീൻ രവിയെ വളയുകയും പണവുമായി കൈയോടെ പിടികൂടുകയും ആയിരുന്നു. പ്രതിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.